തീർച്ചയായിട്ടും കേരളത്തിന് തീരാ നഷ്ടമാണ്. അങ്ങനെയൊരു സഖാവും അങ്ങനെയൊരു രാഷ്ട്രീയം, അതായത് CPM ഇത്രയും നല്ലൊരു നേതാവ് ഇനി ഉണ്ടാകാനുമില്ല, ഉണ്ടാവുകയില്ല. അതാണ് എൻ്റെ സത്യം. നമുക്ക് പകരം വെക്കാനായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പകരം വെക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെ അപേക്ഷിച്ച് VS അച്യുതാനന്ദൻ ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ. പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായി രാജ്യത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു സഖാവ് VS. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറിയപ്പോഴത്തേക്കിനും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാമ്പത്തികം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല അദ്ദേഹത്തിൻ്റെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാനുള്ളത്. 15ാമത്തെ വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് ശാഖയായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. സാമ്രാജ്യത്വ, സ്വേച്ഛാധിപത്യം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയായും കേരള ഭൂസമരത്തിൻ്റെ മുഖമായും മാറിയ സഖാവ് VS അച്യുതാനന്ദൻ്റെ വേർപാട് മലയാളക്കരയ്ക്കാകെ തീരാത്ത സങ്കടത്തിലാത്തിയിരിക്കുകയാണ്. പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് VS അച്യുതാനന്ദനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ, അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തൊക്കെയായിരിക്കും അത്? അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഇപ്പോഴത്തെ യുവതലമുറകൾ ഇത് പാലിച്ച് മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അദ്ദേഹം സത്യസന്ധമായി ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. രാഷ്ട്രീയത്തിനുപരി അദ്ദേഹം ധാരാളം നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ചേട്ടൻ്റെ അഭിപ്രായം? അദ്ദേഹം ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു സഖാവായിരുന്നു. അതിലുപരി സാധാരണക്കാരോടും മറ്റ് പാവപ്പെട്ടവരോടും വളരെയധികം കരുതലും സ്നേഹവുമുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള, കേരളത്തെക്കുറിച്ച് ഒരു ഇടതുപക്ഷ ചിന്താഗതിയിൽ കൃത്യമായ നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിന്നൊരു തീരാ നഷ്ടമാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. അതിനകത്ത് ഏതറ്റം വരെയും പുള്ളി ആ ലക്ഷ്യത്തിലേക്ക് നടക്കുവാനായിട്ടും, അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. ഒരു കേരളത്തിലെ ഒരു നഷ്ടം തന്നെയാണ്, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ് VS അച്യുതാനന്ദൻ്റെ നിര്യാണം. തൊഴിലാളി വർഗത്തിന് ഇത്രയധികം ജനസേവനം നടത്തിയൊരു രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ നിലവിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. അതിന് നമുക്ക് ഇനിയൊരു തലമുറയ്ക്ക് അത് വലിയൊരു പാഠപുസ്തകമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കർഷക തൊഴിലാളിയായും അതുപോലെ തന്നെ സാധാരണപ്പെട്ടവനായും കാർഷിക മേഖലകളിൽ പണിയെടുത്തും ആ പഴയ കാലഘട്ടത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹിക സാഹചര്യം അറിയാമായിരുന്നു. അതിൽ നിന്നൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. ഇതിപ്പോൾ ഒരു പകരക്കാരനില്ലാത്ത, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താൻ മറ്റൊരാളില്ലാത്ത ഒരു തലത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് പകരം വെക്കാനായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പകരം വെക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെ അപേക്ഷിച്ച് VS അച്യുതാനന്ദൻ്റെ ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ. കുറേ വർഷങ്ങളായിട്ട് പുള്ളി രോഗാവസ്ഥയിലായിരുന്നെങ്കിൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുള്ളിയുടെ നഷ്ടങ്ങൾ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. പുള്ളിയുടെ നിശബ്ദമായ ഒരു രോഗാവസ്ഥയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പുള്ളി നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് അത് പരിചയപ്പെടുത്തി തന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും മുമ്പിൽ അതുണ്ട്. ഇപ്പം TV ചാനലുകളിൽ പഴയ ക്ലിപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ ഏത് പുള്ളിയുടെ നിലപാടുകളും മതികെട്ടാനിലും അതുപോലെ തന്നെ പാടശേഖരങ്ങളുടെ കയ്യേറ്റം, അതുപോലെ തന്നെ അഴിമതി, പുന്നപ്ര വയലാർ സമരങ്ങൾ, പിന്നെ തീർച്ചയായിട്ടും പുന്നപ്ര വയലാർ സമരങ്ങൾ, അതൊക്കെ നമ്മളൊക്കെ ചെറുപ്പമാണ്. നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മളൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ ഒരുപാട് കാർഷിക മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി എത്രയോ തരത്തിലുള്ള പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് വളരെ സമ്പന്നമായ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഒരു മുതിർന്ന നേതാവും കേരളത്തിൽ നിന്ന് PBയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യകാല നേതാവുമായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു മലയാളികൾക്കൊരു അഭിമാനമാണ് അദ്ദേഹം. തീർച്ചയായിട്ടും നമുക്ക് അത് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. കാരണം പുള്ളിയുടെ അനുഭവ സമ്പത്താണ്. പുള്ളിക്ക് കൃത്യമായ ഒരു നിലപാടുകളുണ്ടായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് അതിലേക്ക് ഒരു വലിയ പാഠപുസ്തകം തന്നെയാണ്. പഴയ തലമുറയും ഇന്ന് തലമുറയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും VS അച്യുതാനന്ദൻ ഒരു പാഠപുസ്തകം തന്നെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും. നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ അനുശോചനം കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ്.
കേരളത്തിൽ CPIM ശക്തിപ്പെടുത്തുന്നതിന് VS അച്യുതാനന്ദൻ വഹിച്ച പങ്ക് എത്രത്തോളമാണെന്നൊന്ന് വിവരിക്കാമോ? ചേട്ടൻ എന്ത് കരുതുന്നു? കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്ര മുന്നേറ്റങ്ങളിൽ വിസ്മരിക്കാൻ കഴിയാത്ത പേരാണ് VSൻ്റേത്. ഐക്യവേത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് CPM രൂപീകരിക്കുമ്പോൾ ആ രൂപീകരണത്തിൽ കാരണക്കാരായ ആളുകളിൽ ഇന്ന് ജീവിച്ചിരുന്ന ഏക വ്യക്തിയായിരുന്നു ഇന്ന് മരണപ്പെട്ട VS. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നെടുനായകത്വം വഹിച്ച ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് കടന്നു വരുന്നതിനും കേരളത്തിൻ്റെ വികസന പ്രവർത്തന രംഗത്തും CPMൻ്റെ വളർച്ചയ്ക്കും വലിയ പിന്തുണയും വലിയ കരുത്തുമാണ് VSലൂടെ ഉണ്ടായിട്ടുള്ളത്. മിക്ക രാഷ്ട്രീയക്കാരും മുന്നോട്ട് വരുന്നത് അദ്ദേഹത്തെ പോലെ ഒരു ആചാര്യനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരു തീരെ നഷ്ടമാണോ മലയാളക്കരയ്ക്ക്? അദ്ദേഹത്തിൻ്റെ വേർപാട് CPMന് മാത്രമല്ല കേരളത്തിനാകെയും പൊതു രാഷ്ട്രീയ മണ്ഡലത്തിനും തീരാനഷ്ടം തന്നെയാണ്. കാരണം VSന് പകരം വെക്കാൻ VS മാത്രമേ ഉള്ളൂ. അതേപോലൊരു നേതാവിന് നമുക്ക് വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടമാണ് VSൻ്റെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. ആ നഷ്ടം നികത്താൻ കഴിയുന്നതിലും അപ്പുറമാണ്. ആ നഷ്ടം എങ്ങനെ നികത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് നമുക്ക് ഇനിയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ VS അച്യുതാനന്ദൻ്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? VSൻ്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സമര കേരളത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഓടിയെത്തിയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായി രാജ്യത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു VS. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറിയപ്പോഴത്തേക്കിനും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഖാവ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. തീർച്ചയായിട്ടും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവ് ജനകീയനാണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ CPM വന്ന കാലം മുതൽ നല്ലൊരു നേതാവും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലും നല്ലൊരു മന്ത്രിയായിരുന്നു. നമ്മുടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഞാൻ CPMൽ ചേർന്ന് 15ാമത്തെ വയസ്സിൽ പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. SFI മുതൽ ഇങ്ങോട്ട് ബ്രാഞ്ച് സെക്രട്ടറി വരെയായിരുന്നു. ഇപ്പോഴും പാർട്ടി അനുഭാവിയാണ്. VS അച്യുതാനന്ദൻ സഖാവ് ഇവിടെ വാങ്ങിയതിൽ ഖേദമുണ്ട്. അദ്ദേഹം പുതിയ യുവതലമുറയ്ക്ക് ഒരു റോൾ മോഡലാണോ? തീർച്ചയായിട്ടും യുവതലമുറയ്ക്ക് കരുത്താണ് അദ്ദേഹം. പിന്നെ തീർച്ചയായിട്ടും സഖാവ് ഈ 101ാമത്തെ വയസ്സിലും ചെറുപ്പക്കാരുടെ എല്ലാ ആൾക്കാരുടെയും ഹൃദയത്തിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി മുന്നോട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ കേരളത്തിനൊരു തീരെ നഷ്ടമാണ്. തീർച്ചയായിട്ടും കേരളത്തിന് തീരാ നഷ്ടമാണ്. അങ്ങനെയൊരു സഖാവും അങ്ങനെയൊരു രാഷ്ട്രീയം, അതായത് CPMന് ഇത്രയും നല്ലൊരു നേതാവ് ഇനി ഉണ്ടാകാനുമില്ല, ഉണ്ടാവുകയില്ല. അതാണ് എൻ്റെ സത്യം. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അദ്ദേഹം ഇന്നും, തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ ഉള്ള തലമുറയിലുള്ള യുവാക്കൾ, അതായത് SFI ആണേലും മറ്റേ DYFI ആണേലും CPMലുള്ള ആണേലും എല്ലാവരും അദ്ദേഹത്തെ ഇന്നും മനസ്സിൽ ആരാധിക്കുന്ന ഒരാളാണ്. ആരോപണങ്ങളെ അദ്ദേഹം എതിർക്കുന്ന രീതി അതും പ്രശംസനീയമാണ്. തീർച്ചയായിട്ടും അതെ. ഏത് കാര്യമാണെങ്കിലും പറയാനുള്ളത് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. എല്ലാ കാര്യത്തിലും ഒരു ദൃഢനിശ്ചയമുള്ള ആളും കൂടിയായിരുന്നു. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഉള്ള സഹാക്കളെല്ലാവരും, നമ്മുടെ ഇപ്പം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടാണ് എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അത്രയ്ക്കൊരു നേതാവ് നമ്മുടെ കേരളത്തിന് കിട്ടാനില്ല. മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ ഓർമ്മയായി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോട്ടയത്ത് മൈതാനത്ത് വന്ന് പ്രസംഗിക്കുകയും ഒരു വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും VS അച്യുതാനന്ദൻ. അതുതന്നെ പുള്ളി വലിയ ബിസിനസ് രീതിയോ അല്ലെങ്കിൽ സാമ്പത്തികമോ ആഗ്രഹിക്കുന്ന രീതിയിലോ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല അദ്ദേഹത്തിൻ്റെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റോ അല്ല അങ്ങനത്തെ ചിന്താഗതിയുള്ള ആളോ ഒന്നും അല്ല എങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ ഞാൻ തീർച്ചയായിട്ടും ആദരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. ചേട്ടൻ്റെ അഭിപ്രായം? VSനെ കുറിച്ച് പറഞ്ഞാൽ VS ഒരു വിപ്ലവ സൂര്യനാണ്. പുന്നപ്പല വയലാർ സമര കാലഘട്ടത്തിൽ അവിടെ നിന്ന് വളർന്നു വന്നു
ആ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആദർശമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പ്രായമുള്ള 83 വയസ്സിലെങ്ങാണ്ട് മുഖ്യമന്ത്രിയാകുന്ന കേരളത്തിൽ. ആ സമയത്ത് നല്ല ഊർജ്ജസ്വലതയോടുകൂടി കുടിയൊഴിപ്പിക്കൽ കിഴക്കൻ മേഖലയിലൊക്കെ ഈ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്ന ഒരു ശക്തമായ നിലപാടെടുത്ത് ഏത് നിലപാടെടുത്താലും അതിൽ ഉറച്ചു നിന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അതിനകത്ത് പുറകോട്ട് പോകാതെ ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ 102 വയസ്സിൽ ഇവിടെ പറയുമ്പോൾ അത് കേരളത്തിനാകെ. ഇപ്പോൾ നേരത്തെ നമുക്കറിയാം കോട്ടയത്തെ ഒരു ജനകീയനായ ലോകം മുഴുവൻ അറിയുന്ന ഉമ്മൻചാണ്ടി സാറ്. ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ മരിച്ചതിന് ശേഷം അറിയുന്നത്. അതുപോലെ തന്നെ ഇത്രയും ത്യാഗം അനുഭവിച്ച ഒരു വ്യക്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ എല്ലാവരോടൊപ്പം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ദുഃഖത്തിലും എല്ലാം നമ്മൾ പങ്കുചേരുകയാണ്, അനുശോചനം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. അതായത് പ്രതിപക്ഷ പാർട്ടിയിലുള്ളവരായാലും നിഷ്പക്ഷ രാഷ്ട്രീയമുള്ളവരായാലും അനുഭാവിയായാലും എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിനെക്കുറിച്ച് വളരെ ദുഃഖകരമായാണ് ഓർക്കാൻ സാധിക്കുന്നത്.